താരതമ്യേന വിപണി വില കുറവുള്ള ഓഹരികളുടെ റീറ്റെയിൽ നിക്ഷേപകർക്കിടയിൽ ആഭിമുഖ്യം കൂടുതലാണ്. കുറഞ്ഞ തുകയിൽ കൂടുതൽ എണ്ണം ഓഹരികൾ വാങ്ങാമെന്നതും അതുവഴി ഭാവിയിൽ വലിയ നേട്ടം സ്വന്തമാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുമാണ് 50 രൂപയിൽ താഴെയുള്ള ഓഹരികളിലേക്ക് നിക്ഷേപ ശ്രദ്ധ വലിച്ചെടുപ്പിക്കുന്നത്. സാധാരണഗതിയിൽ 50 രൂപയിൽ താഴെ വിപണി വിലയുള്ള ഓഹരികളെ പെന്നി സ്റ്റോക്കുകളായി വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും ഇവിടെ പങ്കുവയ്ക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന 3 പൊതുമേഖലാ ബാങ്ക് ഓഹരികളെ പൂർണ്ണമായും ആ ഗണത്തിൽ ഉൾപ്പെടുത്താനാകില്ല. മാർക്കറ്റ് ക്യാപ്പ്, ബിസിനസ് വോളിയം, ഷെയർ ഹോൾഡിംഗ് പാറ്റേണൊക്കെ അടിസ്ഥാനമാക്കിയാൽ വിപണി വില 50 രൂപ താഴെയാണെങ്കിലും ഇവ മുൻനിര ഓഹരികളാണ്. അടുത്തിടെയായി വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും അഥവാ FII, ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളും അഥവാ DII ഒരുപോലെ വാങ്ങിക്കൂട്ടുന്ന ഓഹരികളായതുകൊണ്ടാണ് ഇവിടെ ഈ വിവരം പങ്കുവെക്കുന്നത്. ശതകോടികളുടെ നിക്ഷേപം നടത്താറുള്ളതിനാലും ശാസ്ത്രീയമായ സമീപനവും സെക്ടറിനെയും ഓഹരിയും ആഴത്തിൽ പഠിച്ചിട്ടുമാകും ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഓഹരികളെ തിരഞ്ഞെടുക്കാറുള്ളത്. അതിനാൽ തന്നെ ഒരു ഓഹരിയിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെയും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെയും പങ്കാളിത്തം വർദ്ധിക്കുന്നതിനെ പൊതുവിൽ പോസിറ്റീവ് ഘടകമായാണ് വിലയിരുത്തപ്പെടുന്നത്. സാധാരണക്കാരായ റീറ്റെയിൽ നിക്ഷേപകർക്കും ഇത്തരം ഡേറ്റകൾ ഒരു ചൂണ്ടുപലകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ മാർച്ച് സാമ്പത്തിക പാദത്തിനിടയിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഓഹരി പങ്കാളിത്തം വർദ്ധിച്ചതും പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്നതും നിലവിലെ വിപണി വില 50 രൂപയിൽ താഴെയുള്ളതുമായ 3 ബാങ്ക് ഓഹരികളുടെ വിശദാംശങ്ങൾ നോക്കാം. രാജ്യത്തെ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന മുൻനിര വാണിജ്യ ബാങ്കിംഗ് സ്ഥാപനമാണ് യൂക്കോ ബാങ്ക് ലിമിറ്റഡ്. കൊൽക്കത്തയാണ് ബാങ്കിൻ്റെ ആസ്ഥാനം. റീറ്റെയിൽ ബാങ്കിംഗ്, കോർപ്പറേറ്റ് ബാങ്കിംഗ് ഉൾപ്പെടെ എല്ലാവിധ ധനകാര്യ സേവനങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. ഏകദേശം 39,300 കോടി രൂപയാണ് യൂക്കോ ബാങ്കിൻ്റെ നിലവിലെ വിപണി മൂല്യം. ഒരു പതിറ്റാണ്ടിലേറെക്കാലം ബിസിനസ് പ്രകടനത്തിൽ പിന്നോക്കമായിരുന്നെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുകളെ തുടർന്ന് 2021 ശേഷം ഇങ്ങോട്ട് താരതമ്യേന മികച്ച പ്രകടനമാണ് യൂക്കോ ബാങ്ക് കാഴ്ചവെക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ ബാങ്കിൻ്റെ അറ്റാദായം 126%, വരുമാനം 15% നിരക്കിലും സംയോജിത വാർഷിക വളർച്ച കുറിച്ചിട്ടുണ്ട്. അതേസമയം 91% ഓഹരികളും കേന്ദ്ര സർക്കാരിൻ്റെ കൈവശമുള്ള ഈ പൊതുമേഖലാ ബാങ്കിൽ മാർച്ച് സാമ്പത്തിക പാദത്തിനിടെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളും ഒരുപോലെ പങ്കാളിത്തം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മാർച്ച് പാദത്തിനിടെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ 0.42%, ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ 4.03% വീതവുമാണ് യൂക്കോ ബാങ്കിൽ ഓഹരി പങ്കാളിത്തം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ 31 രൂപ നിലവാരത്തിലാണ് ഈ ബാങ്ക് ഓഹരിയുടെ വ്യാപാരം പുരോഗമിക്കുന്നത്. ഈ വർഷം ഇതുവരെയുള്ള കാലയളവിൽ യൂക്കോ ബാങ്ക് ഓഹരിയുടെ വില 30% താഴേക്ക് ഇറങ്ങിയിട്ടുമുണ്ട്. ന്യൂഡൽഹി കേന്ദ്രമാക്കി പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന വാണിജ്യ ബാങ്കിംഗ് സ്ഥാപനമാണ് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ലിമിറ്റഡ്. 1908 ബാങ്കിൻ്റെ തുടക്കം. മാർച്ച് പാദത്തിനൊടുവിലെ കണക്കുകളനുസരിച്ച് രാജ്യത്തെ 367 ജില്ലകളിലെ 1610 ശാഖകളും 1047 ATMകളും ബാങ്കിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഏകദേശം 21,000 കോടി രൂപയാണ് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിൻ്റെ നിലവിലെ വിപണി മൂല്യം. കഴിഞ്ഞ 5 വർഷത്തിനിടെ ബാങ്കിൻ്റെ വരുമാനത്തിൽ ക്രമാനുഗത വളർച്ച രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും അറ്റാദായത്തിൽ ഇതിനൊത്ത പ്രകടനം കാണാനായിട്ടില്ല. അതേസമയം 94% ഓഹരികളും കേന്ദ്ര സർക്കാരിൻ്റെ കൈവശമുള്ള പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിൽ മാർച്ച് സാമ്പത്തിക പാദത്തിനിടെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളും ഓഹരി വീതം ഉയർത്തിയിട്ടുണ്ട്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ 0.73%, ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ 3.67% വീതവുമാണ് മാർച്ച് പാദത്തിനിടയിൽ ബാങ്കിൽ ഓഹരി പങ്കാളിത്തം ഉയർത്തിയിട്ടുള്ളത്. നിലവിൽ 30 രൂപ നിലവാരത്തിലാണ് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത്. 2025 ഈ ബാങ്ക് ഓഹരിയുടെ വിപണി വില 40% ഇടിഞ്ഞിട്ടുണ്ട്. പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ ധനകാര്യ സ്ഥാപനമാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. 1911 ബാങ്കിൻ്റെ തുടക്കം. മുംബൈ കേന്ദ്രമാക്കിയാണ് പ്രവർത്തനം. എല്ലാവിധ ബാങ്കിംഗ് സേവനങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. ഏകദേശം 33,300 കോടി രൂപയാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ വിപണി മൂല്യം. കഴിഞ്ഞ 5 വർഷത്തിനിടെ ബാങ്കിൻ്റെ സാമ്പത്തിക പ്രകടനം ഗണ്യമായി മെച്ചപ്പെട്ടിട്ടുണ്ട്. വരുമാനത്തിലും അറ്റാദായത്തിലും ക്രമാനുഗത വളർച്ചയും പ്രകടമാണ്. അതേസമയം 90% ഓഹരി വീതവും കേന്ദ്ര സർക്കാരിൻ്റെ പക്കലുള്ള സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ മാർച്ച് പാദത്തിനിടെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളും ഓഹരി വീതം ഉയർത്തിയിട്ടുണ്ട്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ 0.83%, ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ 3.04% വീതവുമാണ് മാർച്ച് പാദത്തിനിടെ ബാങ്കിൽ ഓഹരി പങ്കാളിത്തം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ 37 രൂപ നിലവാരത്തിലാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വ്യാപാരം പുരോഗമിക്കുന്നത്. ഈ വർഷം ഇതുവരെയുള്ള കാലയളവിൽ ഓഹരിയുടെ വിപണി വിലയിൽ 32% ഇടിവും കുറിച്ചിട്ടുണ്ട്. മേൽ സൂചിപ്പിച്ച പൊതുമേഖലാ ബാങ്ക് ഓഹരികളെ സംബന്ധിച്ച വിവരം പഠനാവശ്യത്വം പങ്കുവച്ചാണ്. ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ശുപാർശയോ അല്ല. ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപത്തിന് മുമ്പ് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തുകയോ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗനിർദ്ദേശം തേടി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ET മലയാളം ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.